Hello students, welcome to this channel Learn 24. So നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മൾ ഓൾറെഡി ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എന്നുള്ള ഈ ചാപ്റ്റർ ഹാഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്? വി ഹാവ് ഓൾറെഡി കവേർഡ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് ഇറ്റ്സ് ലെഫ്റ്റ് സ്റ്റിൽ. Okay, so we will be discussing one more wonder in case of female reproductive system. So, talking about mammalian gland. This is a characteristic feature which we can only see in case of female mammals. Okay, female mammals il matram kaanan pattunna oru characteristic feature aanu nammalde ee mammalian gland. Okay, and talking about what and all it consists of, nammude mammalian gland, it basically consists of glandular tissue. അത് കൂടാതെ കുറച്ച് വേരിയബിൾ amount of fat and also is present in the mammalian gland. Okay, പിന്നെ mammalian gland സ്ട്രക്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ it always comes in pairs. Okay, നമ്മൾക്ക് mammalian gland we can also call mammalian gland as breast also. Okay, so these characteristic feature in case of female, it comes always in pairs. Okay, so like I said, it consists of glandular tissue, adu koodade korchu variable amount of fat and all also present in this. Okay, adu koodade nammal glandular tissue da karyam parayanengil, in case of mammalian gland, ee glandular tissue is divided into 15 to 20 mammalian lobes, and these lobes contains clusters of cell. ആ സെല്ലിനെയാണ് നമ്മൾ ആൽവിയോളൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ ഗ്ലാൻഡുലർ ടിഷ്യൂ ഇറ്റ് കൺസിസ്റ്റ് ഓർ ഇറ്റ് ഡിവൈഡ്സ് ഇൻ ടു 15 to 20 mammalian lobes, and this lobe contains a cluster of cell. That cell is called as alveoli. ഇനി ഈ ആൽവിയോളയുടെ കാര്യം പറയുവാണെങ്കിൽ these cells of alveoli has a ability, ഒരു എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു സെക്രീറ്റ് മിൽക്ക്. ഓക്കെ, അപ്പോൾ ഈ ആൽവിയോളയുടെ സെൽസിന് ഒരു എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റിയാണ് ഇറ്റ് ഹാസ് ദി എബിലിറ്റി ടു സെക്രീറ്റ് മിൽക്ക്. ആൻഡ് ഈ മിൽക്ക് സ്റ്റോർ ആവുന്നത് ആൽവിയോളയുടെ ക്യാവിറ്റീസിൽ തന്നെയാണ്. ഓക്കെ, സോ സെക്രീറ്റ് ചെയ്യുന്ന മിൽക്ക് ഇസ് സ്റ്റോർഡ് ഇൻ ദി ആൽവിയോളൈസ് ക്യാവിറ്റീസ്. ഓക്കെ, so ഇതാണ് ഒരു characteristic feature when we are talking about cells of alveoli. ഇനി we have already talked about glandular tissue, which is divided into 15 to 20 cells, that is mammalian lobes, and those lobes contains alveoli. Now alveoli കാര്യം പറയുകയാണെങ്കിൽ this alveoli is further opening to a mammalian tubule. Okay, alveoli open ചെയ്യുന്നത് mammalian tubuleലോട്ടാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ട്യൂബ്യൂൾസ് ജോയിൻ ചെയ്യുന്നത് മെമ്മേരിയൻ ഡക്റ്റിലോട്ടാണ്. ഓക്കെ, ഈസി മെത്തേഡാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി മാം ഒരു ഫ്ലോ ചാർട്ട് തന്നെ ഉണ്ടാക്കി വെച്ചത്, സോ ദാറ്റ് യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലേൺ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ്. ഓക്കെ, സോ ഈ ആൽവിയോളൈ ഓപ്പൺ ആകുന്നത് മെമ്മേരിയൻ ട്യൂബ്യൂൾസിലോട്ടാണ്, ആൻഡ് ഈച്ച് ഓഫ് ദിസ് ട്യൂബ്യൂൾ ജോയിൻ ചെയ്യുന്നത് മെമ്മേരിയൻ ഡക്റ്റിലോട്ടാണ്. നൗ മൂവ് ഓൺ ചെയ്യാം. മമ്മേരിയൻ ഡക്റ്റ് അഗെയിൻ ജോയിൻ ആകുന്നത് ഒരു വൈഡർ പാർട്ടിലാണ്, ആൻഡ് ദാറ്റ് വൈഡർ പാർട്ട് ഇസ് നത്തിങ് ബട്ട് മെമ്മേരിയൻ ആംപ്യൂല. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ മെമ്മേരിയൻ ഡക്റ്റ് ജോയിൻ ആകുന്നത് ഒരു വൈഡർ പാർട്ടിലാണ്. ആ വൈഡർ പാർട്ടാണ് മെമ്മേരിയൻ ആംപ്യൂല. ഇനി മെമ്മേരിയൻ ആംപ്യൂലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കണക്റ്റിംഗ് ടു ലാക്ടിഫെറസ് ഡക്റ്റ്. ഈ ലാക്ടിഫെറസ് ഡക്റ്റിനാണ് where the milk is being sucked out. Okay, so it's an easy method to understand how the milk is sucked out. ഈ complete process is telling us എങ്ങനെയാണ് milk is being sucked out in case of mammalian duct. Okay, so that is from the alveoli, it is opening towards the mammalian tubule. Mammalian tubule join ആകുന്നത് mammalian ductലാണ്. Mammalian duct join ആകുന്നത് mammalian ampuloട്ടാണ്. പിന്നെ ആംപ്യൂല കണക്റ്റ് ആകുന്നത് ലാക്ടിഫെറസ് ഡക്റ്റിലാണ്. ലാക്ടിഫെറസ് ഡക്റ്റിലാണ് മിൽക്ക് സക്ക് ഔട്ട് ആകുന്നത്.
ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് തന്നെ നിങ്ങൾക്ക് ഡയഗ്രാം വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ഹിയർ ദ alveoli is there, and then moving on there is a duct, and then moving on there is another this thing that is called as ampulla, and ampulla move out ആകുന്നത് lactiferous ductലാണ്. ഓക്കെ, സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ ആൻഡ് എൻഡ്സ് ഹിയർ. ഇവിടെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദി adipose tissue. adipose tissue വേറെ ഒന്നുമല്ല, it is the variable amount of fat which is present in case of mammalian duct. Okay, so ഇതാണ് നമ്മളുടെ mammalian duct. So ഒരു characteristic feature which we can see in case of female mammals. The female mammals മാത്രം കാണാൻ പറ്റുന്ന ഒരു ഫീച്ചർ ആണ്. ഓക്കെ, സോ ഇറ്റ് ഹാസ് റിയലി ഇമ്പോർട്ടൻറ്റ് തിങ്സ്. അത് നമ്മൾ ഇച്ചിരി കമ്മിങ് വീഡിയോസിലായിരിക്കും അതിലെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഒന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മൂവ് ഓൺ ചെയ്തിട്ട് നമ്മുടെ ലാസ്റ്റ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ലാസ്റ്റ് പോർഷനിലോട്ട് വരാം. അതാണ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ. സോ ഫീമെയിൽസിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയയുടെ കാര്യം പറയുവാണെങ്കിൽ, ഫീമെയിൽസിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയ കൺസിസ്റ്റ് ഓഫ് mons pubis, labia majora, labia minora, hymen and clitoris. Okay, സോ ലൈക്ക് നിങ്ങൾക്ക് എന്തായാലും ഇത് മെമ്മറൈസ് ചെയ്ത് തന്നെ പഠിക്കേണ്ടി വരും. സോ ഓരോരോ ക്ലാസ്സിൽ പോയി മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ഹാവ് ടു മെമ്മറൈസ് ഈച്ച് ആൻഡ് എവറി വീഡിയോ അഗൈൻ ആൻഡ് അഗൈൻ. കാരണം ഒരു പ്രാവശ്യം റിവിഷൻ ചെയ്താലേ നിങ്ങൾക്കൊരു മെമ്മറിയിൽ ഇത് ലൈക്ക് പ്രോപ്പറായിട്ട് 100% നിങ്ങൾക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ all of this is just a case of remembering things. Okay, so external genitalia ന്റെ കാര്യം പറയുകയാണെങ്കിൽ it consists of mons pubis, labia majora, labia minora, hymen and clitoris. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോരോന്നായിട്ട് ഫങ്ഷൻസ് അല്ലെങ്കിൽ വാട്ട് ആൻഡ് ഓൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നോക്കാം. Okay, so here you can see this is the pelvis view of female reproductive system. ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും you can see labia majora, labia minora, and there is a presence of clitoris, and then here you can see the vagina also. Alright, so നമുക്ക് എല്ലാത്തിൻ്റെ ഓരോരോന്നായിട്ട് what and all it consists of നോക്കാം. So first of all, let's talk about mons pubis. mons pubisന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫാറ്റി ടിഷ്യൂസ്. അതായത് ഇവിടെ ദർ ഇസ് എ പ്രസൻസ് ഓഫ് കുഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂസ്, ആൻഡ് ഈ ഫാറ്റി ടിഷ്യൂസ് സറൗണ്ട് ആകുന്നത് സ്കിന്നും അതുകൂടാതെ പ്യൂബിക് ഹെയർ വച്ചിട്ടാണ്. ഓക്കെ, സോ mons pubis is nothing but it consists of a cushion of fatty tissues, and ഇത് സറൗണ്ട് ആകുന്നത് സ്കിൻ and the pubic hair. Okay, so മനസ്സിലായല്ലോ, നമ്മുടെ mons pubis is consisting of a cushion of fatty tissues and is surrounded by skin and pubic hair. Now moving on and talking about labia minora. labia minora യുടെ കാര്യം പറയുകയാണെങ്കിൽ it consists of a paired folds of tissue. Okay, consists of pair ആയിട്ടുള്ള fold of tissues ആണ് നമുക്ക് ഈ ലാബിയ മൈനോറ എന്നുള്ള ഈ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മൂവിങ് ഓൺ ടുവേർഡ്സ് ലാബിയ മെജോറ. ലാബിയ മെജോറയുടെ കാര്യം പറയുകയാണെങ്കിൽ അഗെയിൻ ഇറ്റ്സ് എ ഫ്ലഷി ഫോൾഡ് ഓഫ് ടിഷ്യൂസ്. അഗെയിൻ ഇവിടെ ഒരു ഫോൾഡാണ്, ടിഷ്യൂസിൻ്റെ ഫോൾഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബട്ട് ഇറ്റ് ഈസ് ബേസിക്കലി സറൗണ്ടിങ് ദ വെജൈനൽ ഓപ്പണിംഗ്. ഓക്കെ, സോ ഈ ലാബിയ മെജോറ എന്നുള്ള ഈ സ്ട്രക്ചറാണ് നമ്മുടെ വെജൈനയുടെ അറൗണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ദിസ് സ്ട്രക്ചർ ഇസ് സറൗണ്ടിങ് ദ വെജൈനൽ ഓപ്പണിംഗ്. ഓൾറൈറ്റ്, ടോക്കിംഗ് അബൌട്ട് ദ നെക്സ്റ്റ് സ്ട്രക്ചർ ദാറ്റ് ഈസ് ഹൈമൻ. ഹൈമൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ തിൻ മെമ്മറി. ഓക്കെ, ഇതൊരു തിൻ മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. So hymen is majorly seen on the vaginal orifice. Vaginal orifice is nothing but the opening of vagina. Okay, so ഇത് കവർ ചെയ്യുന്നത് ഹൈമൻ ആണ്. നമ്മളുടെ vaginal orifice കവർ ചെയ്യുന്നത് ഹൈമൻ ആണ്. Okay, so vaginal orifice എന്താ? It is an opening of vagina itself. Okay, now talking about hymen, this hymen can be torn during the first coitus
but it can be present even after coitus in some women. It's a really important point. Okay, it can be torn in the first coitus it can be torn, പക്ഷേ ചില women it will not be torn even after undergoing the process of coitus. Okay, so like I said, it may be torn or it may not be torn after the first coitus. Adukudade, in some cases it may be torn, and some cases is nothing but when we are doing any rigorous activities. Okay, if a woman is going for a gym, allengi endengilum endha parayna oru vaginal opening if they are using tampons, adu koodade endha பயങ്കര rigorous heavy ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹോർസ് ബാക്ക് റൈഡിങ്, അതെല്ലാം ചെയ്യുവാണെങ്കിൽ there are chances that the vaginal opening cover ചെയ്യുന്നത് hymen, that hymen can be torn during those time. Okay, so adoru like normal thing aanu. So talking about that, therefore its presence or absence is not an indicator of a woman's virginity or sexual experience. Again, a really important topic or important point, that nammada hymen de presence or absence alla determine cheyyunnathu whether that woman's virginity allengil sexual experience alla determine cheyyunnathu hymen. Okay, it is a really important point and ningal ellavarum arnirikkunna oru karyamanu. Okay, so that is what the entire hymen is talking about. Idile thanne kore important points undu and questions like endha parayunne, നമ്മുടെ ബോർഡ്സിലും കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കേസ് ബേസ്ഡ് ആയിട്ട് ഈ ടോപ്പിക്കിനെ റിലേറ്റഡ് ഇഷ്ടം പോലെ കേസസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ മേക്ക് ഷുവർ ടു ലേൺ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ദാറ്റ് ഐ ഹൈലൈറ്റഡ് ഹിയർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ക്ലിയർലി നോ ദാറ്റ്. ഓക്കെ, ഇറ്റ്സ് എ really important ഒരു കോൺസെപ്റ്റ് itself. Okay, moving on towards clitoris. That is the last part of external genitalia in case of female. ക്ലിറ്ററിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ക്ലിറ്ററിസ് ഒരു ടൈനി ഫിംഗർ പോലെ ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ. ആൻഡ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ടോക്കിംഗ് അബൌട്ട് ദ ലൊക്കേഷൻ ഓഫ് ക്ലിറ്ററിസ്, ക്ലിറ്ററിസ് ഈസ് ലൈങ് ടു ദി അപ്പർ ജംഗ്ഷൻ ഓഫ് ദി 2 labia minora, that is above the urethral opening. യുറേട്രൽ ഓപ്പണിങ്ങിൻ്റെ മേളിൽ തന്നെ ഒരു അപ്പർ ജംഗ്ഷനിൽ 2 ലാബിയ മൈനറുടെ മേളിലാണ് ഈ ക്ലിറ്ററിസ് ഇസ് പ്രസൻറ്റ്, വിച്ച് ഇസ് എ ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മെമ്മേറിയൻ ഡക്റ്റിനെ കുറിച്ച് പഠിച്ചു. ദെൻ വി ഹാവ് ടോക്ക്ഡ് അബൌട്ട് വേരിയസ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ. ഓക്കെ, ഈച്ച് ആൻഡ് എവറി ജെനിറ്റേലിയ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നല്ല കോൺസെൻട്രേഷനോടെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കണം. ആൻഡ് ലൈക്ക് ഐ സെഡ്, മെമ്മറൈസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ബട്ട് ഒന്ന് റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിമെമ്പർ ചെയ്യാൻ ഒരു കേപ്പബിലിറ്റി കിട്ടും. Okay, so in my next video we'll be discussing more and we'll be discovering more about this chapter. So until then, bye and take care.